ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മെറൈൻ വേൾഡിൻ്റെ എൻട്രി ബാഗാട്ടോ. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളത് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കയറി ചെല്ലണോടത്ത് തന്നെ കുട്ടികളുടെ പാർക്ക്, പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ്, പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ബേർഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഇമോ ആണോ എന്താണ് സംഭവം എനിക്കറിയില്ല. പിന്നെ ഒരു സ്വാനും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് ബേർഡ്സിനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി ചെല്ലണോടത്ത്, അതായത് നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയുടെ അവിടെ നമ്മുടെ ഫോറസ്റ്റ് റൈഡിങ് അപ്പോൾ ആ സംഭവം ഉണ്ട്. അത് പുറത്താണ്, നമ്മുടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ കാണാൻ പോവാം. ഞാൻ എല്ലാവരോടും കണ്ടവരൊക്കെ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നല്ല സ്ഥലമാണ്. അപ്പം അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇതായിട്ട്, എന്താ പറയുക, ഭയങ്കര സന്തോഷവും ഭയങ്കര വലിയ ഇതായിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, അപ്പോൾ പിന്നെ ഇതിൽ കുറേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കുറേ പേരുണ്ട്. അപ്പോൾ ദയവായി അവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക. കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾ കമൻറ്റിൽ തന്നെ ഇടാം. അല്ലെങ്കിൽ നല്ലതാണെന്നോ ചീത്തയാണോ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് പറയണം. പിന്നെ ട്രെയിൻ ഉണ്ട്, വേണമെങ്കിൽ ട്രെയിനിലൊക്കെ പോവാം. പക്ഷെ അത് വർക്കിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല, ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ഹോട്ടലിലത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിരിയാണി അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കൂടുതൽ കഴിച്ചത്. അത് ബിരിയാണിയാണ് അടിപൊളി. പിന്നെ ചട്ടിച്ചോറ്, പിന്നെ സാധാ ഊണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ, എൻ്റെ അമ്മ മീൻ ആണ് കഴിച്ചത്, മീനും ചോറാണ് കഴിച്ചത്. പക്ഷെ മീൻ വറുത്തത് വന്നത് വലുതായിരുന്നു. ഒരു 2-3 പേർക്ക് കഴിക്കാവുന്ന വലിയൊരു മീനൊക്കെയാണ് അവർ കൊണ്ടു തന്നത്. അതായിരുന്നു. അമ്മ വിചാരിച്ചത് മീൻ ചാറ് അങ്ങനെ വല്ലതായിരുന്നു.